Dudy'z വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിനി ഒരുപാട് സംസാരിക്കുന്നില്ല. നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 6 ബീൻസ്, 2 സവാള, 3 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അടുത്ത് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്ത് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാണ്ട് തന്നെ നമുക്ക് എല്ലാ പച്ചക്കറികളും കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. പക്ഷേ നമ്മൾ ഇത് ആദ്യം ഒന്ന് സവാളയും പച്ചമുളകും മാത്രം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ബാക്കി പച്ചക്കറികളും കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഉപ്പ് എല്ലായിടത്തും എത്താനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രഷ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മസാലയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്ന് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുവറുത്തിട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കറിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.